വില മുടക്കി അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തും. അതാണല്ലോ മെസ്സേജ്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് എൻ്റെ സൈഡിൽ നിന്നുള്ള വില മുടക്കുന്ന അവസ്ഥയാണ്. ഞാൻ എഴുന്നേറ്റ് ഒന്ന് പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ്. വല്ലവരും പറയും, ആ നിന്റെ ഭർത്താവിനെ അവിടെ കണ്ടു. അല്ല, ഞാൻ അന്വേഷിച്ചു ചെന്നു. എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു, വീതികളിലും വിശാല സ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല. കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ചെറിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് പറഞ്ഞത്. 3.5 വർഷം യേശു കർത്താവിനോട് കൂടെ നടന്നവർക്ക് യേശു കർത്താവിൻ്റെ കല്ലറ കാലിയായി കിടന്നപ്പോൾ അവൻ എവിടെയാണ്, ആരെടുത്തുകൊണ്ട് ആരെങ്കിലും കൊണ്ടുപോയി കാണാം, നീങ്ങ് വാ എന്നും പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ കാണാനില്ല, അവിടെയൊന്നുമില്ല എന്ന് പറഞ്ഞു പോയപ്പോൾ എവിടെയുണ്ട് എന്ന് അന്വേഷിച്ച ഒരു സ്ത്രീയാണ്. ഹല്ലേലൂയ. അവൾ 3.5 വർഷം ദൈവത്തിൻ്റെ യേശുവിൻ്റെ കൂടെ നടന്ന വ്യക്തിയല്ല. അവൾ മഗ്ദല എന്നുള്ളൊരു സ്ഥലത്ത് പിശാചിനാൽ ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അവൾക്ക് യേശുവായിട്ട് വലിയ പരിചയമൊന്നുമില്ല. അവൾക്ക് 6-7 ഭൂതങ്ങളുണ്ടായിരുന്നു. അതിനെ യേശു സൗഖ്യമാക്കി, അല്ലെങ്കിൽ വിടുവിച്ചു. ആ ഒരു നന്ദി അവൾക്ക് യേശുവിനോടുണ്ട്. അപ്പം ആ നന്ദി ഉണ്ടായതുകൊണ്ട് ശിഷ്യന്മാർ 3.5 വർഷം യേശു കർത്താവിൻ്റെ കൂടെ നടന്ന് മീൻ പിടിച്ചവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ നടന്നിട്ട് നല്ല യേശുവായിട്ട് നല്ല റിലേഷൻഷിപ്പിൽ നടന്ന യേശു കർത്താവ് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് പോകരുത് എന്ന് പറഞ്ഞ് വിഷമിച്ച ആ ശിഷ്യന്മാർ യേശുവിൻ്റെ ശരീരം കല്ലറയിലില്ല എന്നറിഞ്ഞപ്പോൾ അന്വേഷിക്കാൻ നിന്നില്ല. അവർ അവിടുന്ന് സ്ഥലം വിട്ടു. അവനവിടെ ഇല്ലത്രേ. പോയി. മറിയ തന്നെയാണ് കണ്ടത്, അവിടെ ഇല്ല. പക്ഷേ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഞാനില്ല, എനിക്കറിയണം ആര് കൊണ്ടുപോയി. അങ്ങനെ മറിയ അന്വേഷിച്ച് തെരഞ്ഞപ്പോൾ മറിയയുടെ മുന്നിൽ ഒരു തോട്ടക്കാരൻ പ്രത്യക്ഷനായി. ഹല്ലേലൂയ. തോട്ടക്കാരാ, എൻ്റെ കർത്താവിനെ, എൻ്റെ പ്രാണപ്രിയനെ ആരെടുത്തു കൊണ്ടുപോയി? യേശുവാണതെന്ന് അവൾ അറിഞ്ഞില്ല. യേശുവിനോടാണ് ആ ചോദ്യം. അത് തന്നെയാണ് അതിൻ്റെ വേറൊരു ഭാഗമാണ് പറയുന്നത്. ഞാൻ രാത്രികളിൽ അന്വേഷിച്ചു, വിശാല സ്ഥലങ്ങളിലും പ്രാണപ്രിയനെ അന്വേഷിക്കുന്നു പറഞ്ഞ് അന്വേഷിച്ചു, കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പോകുന്നില്ല. അടുത്തത്, നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു, എന്റെ പ്രാണപ്രിയനെ കണ്ടുപോയെന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവരെ വിട്ട് കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എന്റെ പ്രാണപ്രിയനെ കണ്ടു. ആണ്ടോ? അപ്പോൾ അന്വേഷിക്കുന്നവർ എന്ത് ചെയ്യും? കണ്ടെത്തും. ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. ഹല്ലേലൂയ. ചിലപ്പോൾ ദൈവം നമ്മിൽ നിന്ന് ഒളിയും, ദൈവം നമ്മിൽ നിന്ന് വലിയും, ദൈവം നമ്മിൽ നിന്ന് മറയും. അതിൻ്റെ അർത്ഥം നമ്മളെ കൈവിട്ടെന്നല്ല, നമ്മളെ ഉപേക്ഷിച്ചെന്നല്ല. നമ്മൾ പറയും, ഒരു കാലത്തൊക്കെ എന്ത് വിളിച്ചാലും പെട്ടെന്ന് മറുപടി തരുമായിരുന്നു, എൻ്റെ കൂടെ ഉള്ള പോലെ എനിക്ക് തോന്നുമായിരുന്നു. ഇപ്പോൾ ഡിസ്റ്റൻസ് കൂടി, ഇപ്പം ഞാൻ വിളിച്ചാൽ ദൈവം എന്നിൽ നിന്ന് അകന്നു. ഇല്ല, ദൈവം അകന്നതല്ല, നീ കണ്ടുപിടിക്കാൻ ഒളിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. നീ കണ്ടുപിടിക്കാൻ ഒളിഞ്ഞിരിക്കുകയാണ്. ആമേൻ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 13 അല്ലേ? അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലരികെ ഇരുന്നു. വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരമെല്ലാം കരയിലിരുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തിടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ള് മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. യേശു കർത്താവ് സംസാരിച്ചതെല്ലാം ഉപമകളിലാണ്. ആ ഉപമകളിൽ സംസാരിച്ചപ്പോൾ
ഉപമകളുടെ പ്രത്യേകത അതിൻ്റെ അകത്തൊരു സീക്രട്ട് ഉണ്ട്. അത് പെട്ടെന്ന് മനസ്സിലാക്കത്തില്ല. ഇപ്പം ഞായറാഴ്ചകൾ വരുന്നവർ ആ പുള്ളി എന്തൊക്കെയാ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല, സമയമായപ്പോൾ ഞാനിങ്ങ് പോന്നടി, അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ അതെന്തെന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യേശു കർത്താവ് പറഞ്ഞു, ഉള്ളവന് ഞാൻ കൊടുക്കും. ഇത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരോട്, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചവരോടും പഠിക്കുന്നവരോടും ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണ് നിങ്ങൾ വിദ്യാർത്ഥി മിത്രം പോലുള്ള ഗൈഡുകളെല്ലാം വാങ്ങുന്നതും, ഇല്ലെങ്കിൽ ട്യൂഷന് പോകുന്നതും, ഇല്ലെങ്കിൽ പലരോടും ചോദിച്ച് മനസ്സിലാക്കുകയും നെറ്റിൽ നോക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു താല്പര്യം ദൈവത്തെ അന്വേഷിക്കാനില്ല എങ്കിൽ നിങ്ങൾ ഏതിന് വില മുടക്കുന്നു അതേ വളരൂ. എൻ്റെ ദൈവത്തിന് പ്രത്യേകതയുണ്ട്. അവൻ ഇന്നേക്ക് സംസാരിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഇനി ഒന്നുണ്ട്, അവൻ നാളേക്കും സംസാരിക്കുന്നവനാണ്. ഹല്ലേലൂയ. അതിപ്പോഴാണ് നിങ്ങൾ കയറി പിടിക്കുന്നത്. അപ്പോൾ ബൈബിൾ മുഴുവനും മിസ്റ്ററീസാണ്. കാരണം മിസ്റ്ററീസ് കൊടുക്കാനുള്ള കാരണം അത് കണ്ടുപിടിക്കണമെങ്കിൽ വില മുടക്കി താല്പര്യമുള്ളത്, അതായത് അങ്ങനെ പറഞ്ഞാൽ ആർത്തിയുള്ളവനെ കൊടുക്കൂ, വെറുതെ വഴി കൂടെ പോകുന്നവന് കൊടുക്കത്തില്ല. ഇപ്പം ഞാൻ സഭ വളരുന്ന സമയമായപ്പോൾ ഇനി ശുശ്രൂഷിക്കാൻ അപ്പോസ്തലന്മാർ പോരാ എന്നറിഞ്ഞപ്പോൾ, ഈ 12 പേര് പോരാ എന്നറിഞ്ഞപ്പോൾ അടുത്തൊരു 5-6 പേരെ തിരഞ്ഞെടുത്തു. ഈ 5-6 പേരെ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ ജ്ഞാനവും ആത്മനിറവുള്ളവരെ തിരഞ്ഞെടുത്തത്. വഴി കൂടെ പോകുന്ന 6 പേരെ തിരഞ്ഞെടുത്തില്ല. ജ്ഞാനവും ആത്മനിറവുള്ള 6 പേരെ തിരഞ്ഞെടുത്തു. അതിലത്തെ 1-ാമത്തെ വ്യക്തിയായിരുന്നു സ്റ്റീഫൻ അല്ലെങ്കിൽ സ്തഫാനോസ്. 2-ാമത്തെ വ്യക്തിയായിരുന്നു ഫിലിപ്പോസ്. അപ്പം ഇന്നത്തെ ആത്മീയദാഹവും ആത്മീയ നിറവിനുള്ള ആ വാഞ്ചയും സൂക്ഷിച്ച ഒരു ദിവസം നിന്നെ വിളിക്കും, വേലയ്ക്ക് വിളിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ ഒരു DTP സെൻറ്ററിൽ പോയിട്ട് ഒരു വിസിറ്റിംഗ് കാർഡ് അടിച്ചിട്ട് പാസ്റ്ററാകുന്നതും ദൈവം വിളിച്ചിറക്കുന്നതും വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദർശനമില്ലാത്തോടത്ത് ജനം നശിക്കും. ദർശനമില്ലാത്തോടത്ത് ജനം മര്യാദ വിട്ട് പാപത്തിൽ നടക്കുമ്പോൾ ദർശനം ഉള്ളിടത്ത് റിലീജിയൻ എഴുന്നേക്കും. ഇപ്പോൾ 2 കൊരിന്ത്യർ 12:7 വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നോക്കണം, unless I should be exalted above measures by the abundance of revelations. കഴിഞ്ഞ ആഴ്ചയിൽ ഒന്ന് തൊട്ടതാണ്. വെളിപ്പാടുകളുടെ ആധിക്യം എന്ന് പറഞ്ഞാൽ വെളിപ്പാടുകളുടെ നിറവ്, വെളിപ്പാടുകളുടെ കവിഞ്ഞൊഴുക്ക്. ഒരു വെളിപ്പാടല്ല, വെളിപ്പാടുകളുടെ ഒരു ഗോഡൗൺ. അതെനിക്ക് ലഭിച്ചത് കൊണ്ട്, വെളിപ്പാടുകളുടെ അബണ്ടൻസ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കണം. ഞാൻ നിഗളിക്കാൻ കാരണം എനിക്ക് പണം കൂടിയത് കൊണ്ടല്ല, എനിക്ക് വാഹനങ്ങളും വീടുകളും വയലുകളും വന്നതുകൊണ്ടല്ല, എനിക്ക് അബണ്ടൻസ് വന്നത് വെളിപ്പാടുകളുടെ അബണ്ടൻസ്, വെളിപ്പാടുകളുടെ ആധിക്യ നിമിത്തം ഞാൻ നിഗളിച്ചു പോകാതിരിപ്പാൻ. ഇവിടെ ഒരു അന്യഭാഷ കിട്ടിയാൽ പിടിച്ചാൽ കിട്ടുന്നില്ല. ഇത് വെളിപ്പാടുകളുടെ ഒരു ഗോഡൗണിലുള്ള പൗലോസ് പറയുകയാണ്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്, ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ. കാരണം അബണ്ടൻസ്, അതുപോലെ വെളിപ്പാടുകളുടെ ആധിക്യം എനിക്ക് ലഭിച്ചത് കൊണ്ട് ഞാൻ നിഗളിച്ചു പോകാതിരിപ്പാൻ. എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. ആരാണ് ഈ കുത്തിയത്? ഏതാണ് സാത്താന്റെ ദൂതൻ? നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? രോഗമല്ല, പിശാച് ബാധിച്ചതല്ല. അപ്പം ആ ശൂലെന്ന് പറയുന്നത് ജാതികൾ തനിക്കെതിരെ എഴുന്നേറ്റതല്ല. ജാതികൾ എഴുന്നേറ്റിട്ടുണ്ട് പലപ്പോഴും. വെളിച്ചപ്പാടത്തിയുടെ ഭൂതത്തെ ശാസിച്ചു, പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ പൗലോസ് ജീവിതത്തിൽ അഭിമുഖീകരിച്ചത് അവനവൻ്റെ ആൾക്കാരുടെ പ്രശ്നം, ഉപദ്രവമാണ്. ഇതിനാണ് മതം എന്ന് പറയുന്നത്. പൗലോസിനെ ഉപദ്രവിച്ചത് മതമാണ്. ഹല്ലേലൂയ. ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ എന്നെ ഉപദ്രവിച്ചത് മതമാണ്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത് ഒരു അനുഭവമല്ലായിരുന്നു, ഒരു വെളിപ്പാടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി പറയാം, നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ ക്യാൻസർ മാറുന്നതിനേക്കാൾ വലുത് നിങ്ങളുടെ നരകം മാറി, മരണം മാറി, ജീവനിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ ക്യാൻസർ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള വഴികാട്ടിയായി മാറിയിരിക്കുകയാണ്. കാരണം ഈ മുഴ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ യേശുവിനെ അന്വേഷിച്ചപ്പെടെ വരത്തില്ലായിരുന്നു. അപ്പോൾ പല മുഴകളും ഇതുപോലെ യേശുവിനെ അറിയാനുള്ള വഴികളായി നമുക്ക് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രു കൊടുന്ന എല്ലാം ഇടാൻ, ആമേൻ, തീരെ എഴുതാനൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ചവിട്ടി കളയാൻ തന്നെ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ. ഓ, അവൻ്റെ ദാരിദ്ര്യവും അവൻ്റെ രോഗവും ഏറ്റെടുക്കാനുള്ളതല്ല ഞാൻ. ആമേൻ, അതിനെ വലിച്ചെറിയുവാനുള്ളവരാണ് ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വെളിപ്പാടിൻ്റെ ആധിക്യം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് വെളിപ്പാടിൻ്റെ ആധിക്യം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് വെളിപ്പാടിൻ്റെ അബണ്ടൻസ് ഉണ്ടാകട്ടെ. ആ വെളിപ്പാടിൻ്റെ ആധിക്യത്തിൽ ഒരാധിക്യമാണ് ഈ കത്രിമേശ. യേശു കർത്താവിൻ്റെ കൂടെ ഇരുന്ന് കത്രിമേശ എടുത്തവർക്ക് വരെ അറിഞ്ഞിട്ടില്ല ഇത് എന്താണെന്ന്. പക്ഷെ വെളിപ്പാടിൻ്റെ ആധിക്യം ഉണ്ടായ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി പൗലോസാണ്. പൗലോസാ പറഞ്ഞു, ഞാൻ ദൈവത്തൊന്നും പ്രാപിച്ചു. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച നിങ്ങൾ കേൾപ്പിക്കുന്നത് എന്തെന്നാൽ, അവനെ കാണിച്ചു കൊടുത്ത രാത്രി ഞാൻ അവിടെ ഇല്ലായിരുന്നു, പക്ഷെ അവനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് നുറുക്കി. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ എൻ്റെ ശരീരം. അങ്ങനെ പറഞ്ഞാൽ ഇനി ഒരു മുറിവ് നിനക്ക് ഉണ്ടാകത്തില്ല. കാരണം നിനക്ക് വേണ്ടി അവൻ്റെ മുറിവ്, ആമേൻ, നിന്റെ മുറിവ് ഉണക്കാൻ അവനിൽ മുറിവായി യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ മരണത്തിൻ്റെ റിസൾട്ടാണ് നിന്റെ സൗഖ്യം. യേശു കർത്താവിൻ്റെ മരണത്തിൻ്റെ വേദനയുടെയും റിസൾട്ടാണ് നിന്റെ അബണ്ടൻസും നിന്റെ പ്രോസ്പെരിറ്റിയും നിന്റെ വെൽബീയിങ്ങും, ആമേൻ, നിന്റെ ഉയർച്ചയും നിന്റെ സ്നേഹവും നിന്റെ അഭിഷേകവും, ആമേൻ, നിന്റെ ശക്തിയും നിനക്ക് ലഭിച്ച അധികാരവും എല്ലാം യേശു കർത്താവ് ആ വേദയിലൂടെ കടന്നുപോയതാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ആമേൻ, ക്രൂശിനെ അവൻ അലക്ഷ്യമാക്കാതെ അതങ്ങ് സഹിച്ചു അവൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട്. കാരണം പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതാണ് യേശു കർത്താവിൻ്റെ ഏറ്റവും വലിയ സന്തോഷമെങ്കിൽ, യേശു കർത്താവ് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതിന് മുമ്പേ അധികാരവും ശക്തിയും സഭയ്ക്ക് ഏൽപ്പിച്ചിട്ടാ പോയത്. എത്ര പേർക്ക് ഈ വെളിപ്പാട് മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. നിന്റെ ലോസ്റ്റ് ഐഡന്റിറ്റി. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ശേഷം ഉടനെ തന്നെ സ്വർഗത്തിലേക്ക് യേശു പോയില്ലല്ലോ. യേശു കർത്താവ് മരിച്ചിട്ട് 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റിട്ട് 40 ദിവസം ഇവിടെ നിന്നു. ഈ 40 ദിവസം ഭൂമിയിൽ ഇരുന്നിട്ട് യേശു കർത്താവിനെ ക്രൂശിച്ചവനെ അന്വേഷിച്ചെന്റെ യേശു പോയില്ല. യേശു കർത്താവിനെ ന്യായം വിധിച്ച പിലാത്തോസിന്റെ ഡോറിൽ പോയി തട്ടിയില്ല. യേശു കർത്താവിനെ ക്രൂശിച്ചിട്ടും യേശു കർത്താവിന്റെ വസ്ത്രം പകിട്ട് കൊടുത്തവന്റെ മുന്നിൽ എന്താ എന്ന് ചോദിച്ചില്ല. കളിയാക്കിയ ഹേരോദാവിന്റെ മുന്നിൽ യേശു ചെന്നില്ല. അമ്മേ, കയ്യപ്പാവിന്റെയും ഹന്നാസിന്റെയും വീട്ടിൽ യേശു കർത്താവ് പ്രത്യക്ഷനായില്ല. യേശു കർത്താവിന് വേണമെങ്കിൽ അവൻ ഏത് കാമേൻ തടവറയിലാണെങ്കിലും അതിൻ്റെ അകത്ത് കയറിപ്പോകാൻ കഴിവുള്ളവനായിരുന്നു എൻ്റെ യേശു. അതുകൊണ്ടാണ് വാതിലടച്ച സ്ഥലത്ത് ശിഷ്യന്മാരുടെ നടുവിൽ കയറി ചെന്നപ്പോൾ അവർ ചോദിച്ചു, നീ എങ്ങനെ വന്നു? കാരണം എല്ലാ വഴികളും അടഞ്ഞു കിടക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ യേശു കർത്താവ്, ആമേൻ, ഒരു ശത്രുവിൻ്റെയും വീട്ടിൽ പോയി, ആമേൻ, നീ കൊന്നിട്ടെന്തായി, നീ എന്നെ മറവ് ചെയ്തിട്ട് എന്തായി എന്ന് ഒരാളോടും ചോദിച്ചിട്ടില്ല. അന്നും ഇന്നും യേശു കർത്താവ് പ്രത്യക്ഷനായിരിക്കുന്നത് തന്നെ വിശ്വസിച്ച് 3.5 വർഷം കൂടെ നടന്ന് യേശു കർത്താവിൻ്റെ കൂടെ ഇരുന്ന് യേശു കർത്താവിന് കേട്ട് പഠിച്ചവരുടെ ഇടയിലേക്കാണ് യേശു കർത്താവ് പിന്നെയും പോയത്. യേശു കർത്താവ് 5-6 പ്രാവശ്യം പ്രത്യക്ഷനായപ്പോൾ ഈ 5-6 പ്രാവശ്യം പ്രത്യക്ഷനായത് മുഴുവനും ശിഷ്യന്മാരുടെ മുന്നിലായിരുന്നു. ഹല്ലേലൂയ. ഇവരോടെല്ലാം പറഞ്ഞത്, ആമേൻ, ശിഷ്യന്മാരുടെ മുന്നിൽ മാത്രമാണ് യേശു പ്രത്യക്ഷനായത്. വേറെ യേശു കർത്താവിനെ ഉപദ്രവിച്ച ആരെയും യേശു കർത്താവ് കാണാനും പോയില്ല, അവരുടെ മുന്നിൽ പ്രത്യക്ഷനായില്ല. ആ ക്രെഡിറ്റ് എനിക്ക് വേണ്ട. കാരണം, ആമേൻ, ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാൻ മാത്രമല്ല, ആമേൻ, നിങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാനാണ് ഈ 40 ദിവസം ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഓ, അബണ്ടൻസ് ഓഫ് ദ റെവലേഷൻ, അബണ്ടൻസ് ഓഫ് ദ റെവലേഷൻ. ആമേൻ, ആമേൻ. നിങ്ങളെ ഉറപ്പിക്കണം, നിങ്ങളെ ഉറപ്പിക്കണം, നിങ്ങളെ ഉറപ്പിക്കണം, നിങ്ങളെ ഉറപ്പിക്കണം. Yes, he wants to establish you here. Amen. Not to take you heaven directly. നിന്നെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനല്ല, നിന്നെ ഭൂമിയിൽ, ആമേൻ, ആ പൊസിഷനിലേക്ക് ഇരുത്തുവാൻ അവൻ 40 ദിവസം ഇവിടെ നിന്നു. എന്നിട്ടാ സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് പോയത്. അപ്പം ഞാൻ പറയുമ്പോൾ യേശു കർത്താവ് ക്രൂശീകരണം സഹിച്ചതിൻ്റെ കാരണം, ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ നീ എന്നെയാണ് പൊളിക്കുന്നത്, പക്ഷെ എന്നെ പൊളിച്ചു കഴിഞ്ഞാൽ പണിയുന്നത് 10,000-ങ്ങളെയും ലക്ഷങ്ങളെയും കോടികളെയും ആയിരിക്കും. അതിലൊന്നും ഞാൻ, അതിലൊന്നും നീ. കൈകളടിച്ച് ദൈവത്തെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ
അവിടെ കണ്ടതും കേട്ടതും ഇത് മദ്യപാനം കൊണ്ടുണ്ടായതാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള മൂമെന്റ്സ് ആയിരുന്നു. പക്ഷെ അവർ നിർത്തിയില്ല. നിന്റെ വായ അടപ്പിക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. ഇത് ദൈവം യോവേലിനാൽ പ്രവചിച്ച പ്രവചനമാണ്. കളിയാക്കിയാൽ നിൽക്കേണ്ടതല്ല, നിൽക്കത്തുമില്ല.